തടവുകാരനെ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന് പരാതി. തിരുവനന്തപുരം ജില്ലാ ജയിലിലാണ് സംഭവം. മർദ്ദനമേറ്റ ബിജുവിനെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹപ്രവർത്തകയെ ആക്രമിച്ചതിനാണ് ബിജു റിമാൻഡിലായത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ജയിലുകളിലും തടവുകാർക്ക് മർദ്ദനം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലാ ജയിലിൽ മർദ്ദനമേറ്റ ബിജു ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. മുൻകാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരുന്നു മർദ്ദനത്തിന്റെ ഒരു അവസ്ഥ തുടർക്കഥയെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു മർദ്ദനത്തിന്റെ കഥയാണ് പുറത്തു വരുന്നത്. അതും ജില്ലാ ജയിലിലാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു ജയിലിലെ തടവുപുള്ളിയായിരുന്ന ബിജു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മുൻപ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കൂടെയുള്ള സഹപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ സഹപ്രവർത്തകരെ ആക്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം റിമാൻഡിൽ കഴിയുകയുമായിരുന്നു. ഈ ഒരു വ്യക്തിയെയാണ് ജയിലിലെ ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിച്ചത് എന്നിപ്പോൾ പുറത്തു വരുന്നത്. ഈ ബിജു എന്ന് പറയുന്ന ആളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. എന്ത് കാരണത്താലാണ് ഇയാളെ മർദ്ദിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. സമാന രീതിയിൽ മുൻപും ജയിലിൽ ഇത്തരത്തിലുള്ള സംഭവം നടക്കാറുണ്ട് എന്നാണ് സഹതടവുകാരൊക്കെ തന്നെ പറയുന്നത്. അത് ആരും തന്നെ പുറത്തു പറയാൻ മുതിരുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തിക്ക് അത്രത്തോളം ആരോഗ്യ നിലയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിക്ക് ഗുരുതരമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സമാന രീതിയിൽ തന്നെ സഹതടവുകാരെയും ഇതുപോലെ മർദ്ദിച്ചതായുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു. അതെ, തിരുവനന്തപുരം ജില്ലാ ജയിലിലാണ് തടവുകാരന് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റത്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.